ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഒരു റീലാണ് കേട്ടോ. ഞാനൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ഫണ്ണി ആയിട്ടുള്ള റീലാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മൾ അതിനെക്കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കില്ല. പെട്ടെന്ന് നമുക്കൊന്ന് ചിരി വന്നിട്ട് അങ്ങനെ മാറ്റിവിടും. അങ്ങനത്തെ ഒരു റീലായിരുന്നു അത്. ആ റീൽ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു മകന് ഉമ്മാനടുത്ത് പറയാണ്, ഉമ്മ എനിക്കൊരു കാര്യം പറയാണ്ട്. അപ്പം ഉമ്മ ചോദിക്കും എന്താണ് മോനെ? അപ്പം മോൻ പറയും, ഉമ്മ ഞാൻ ഡിപ്രഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഉമ്മ ആ മോനെ സൂക്ഷിച്ചിട്ടൊക്കെ പോയി തരണേന്ന്. എന്ന് വെച്ചാൽ നമ്മളത് ഫണ്ണി ആക്കിയിട്ട് അങ്ങോട്ട് വിട്ടിട്ട് ചിരിച്ച് കളയും. സത്യം പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അത് നമ്മളാരും അതിനെക്കുറിച്ചിട്ടൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. എന്താ വെച്ചാൽ ആ ഉമ്മാൻ്റെ പണ്ടത്തെ ആളുകളും നമ്മളും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് കാണിക്കുന്നത് അല്ലേ. പണ്ടത്തെ ആളുകളെന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ എന്നൊരു കാര്യമേ അവർക്കിടയിലില്ല. എന്ന് വെച്ചാൽ അവർക്കതില്ലാണ്ടാണോ? അല്ല, പക്ഷെ അവർക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല എന്നതാണ് സത്യം അല്ലേ. പണ്ടത്തെ ആളുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയും. അവർ അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഫുൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. എന്നുവെച്ചാൽ അവരെ കുട്ടികളെ നോക്കാനായാലും എന്ത് ജോലികളായാലും ബാക്കി എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ മറ്റുള്ളവരായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് അങ്ങനെയാണ് പണ്ടത്തെ ആളുകൾ ഫുള്ളായിട്ട് നേരം കളഞ്ഞിരുന്നത് അല്ലേ. അപ്പം നമ്മളാണെങ്കിലോ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു തലമുറ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ മതി, അപ്പം നമ്മൾ ആ ഒരു ഡിപ്രഷൻ്റെ ആ ഒരു സ്റ്റേജിലോട്ട് പോവുകയാണ് അല്ലേ. എന്തൊരു നിസ്സാര പ്രശ്നമായാലും നമ്മളപ്പം അത് ഡിപ്രഷനായി മനസ്സിലിട്ട് ആലോചിച്ച് പിന്നീട് അതെന്നെ ആലോചിച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റേജിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. എന്തൊരു പ്രശ്നമായാലും, ഒരു നിസ്സാര കാര്യമായാലും പോലും, ഇന്നിപ്പോൾ ഒരു ലവേഴ്സ് തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ പോലും അല്ലേ, അവർ ആലോചിച്ചിട്ട് പിന്നെ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കൊച്ചു കുട്ടികൾ വരെ ഡിപ്രഷൻ വന്നിട്ട് ആത്മഹത്യയൊക്കെ ചെയ്യുന്ന പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ചെറിയ കുട്ടികൾ അവർക്കൊക്കെ ഡിപ്രഷൻ, അതാണ് അതന്നെ ചിന്തിച്ചിരുന്നിട്ടും അവർ തന്നെ സ്വയം അവരില്ലാണ്ടാക്കുന്ന ഒരവസ്ഥ. ചെറിയ കുട്ടികളുടെ അവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ മൈൻഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയാം, നമ്മൾ എന്താണോ ചിന്തിക്കേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, ആ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു ആനേനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് നമ്മൾ വിചാരിച്ചു നോക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ഒരു ടൈം നമ്മൾ ആനേനെ പറ്റി തന്നെ ചിന്തിക്കുള്ളൂ. അതെന്ത് കാര്യമായാലും, ഒരു പൂച്ചനെ പറ്റിയിട്ട് എന്തായാലും എന്തിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട എന്ന് വിചാരിക്കില്ല. ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് തന്നെ നമ്മൾ മൈൻഡ് ചിന്തിക്കാൻ തുടങ്ങും. നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ചിന്തിക്കേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഡിപ്രഷനിൽ പോകുന്നതിന് മെയിൻ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ടൈമിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇതിനെ പറ്റിയിട്ട് തന്നെ ആലോചിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കണം എന്തെങ്കിലും ടൈമിലാവുമല്ലോ നമ്മളിതിനെ പറ്റി തന്നെ ചിന്തിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പണിയിലാവുന്ന ടൈമിൽ നമ്മളതിനെ പറ്റിയിട്ട് ആലോചിക്കില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിലാണല്ലോ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ ആക്റ്റീവ് ആകുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയില്ല, അതെന്തൊരു കാര്യമായാലും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആകാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറക്കും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്ന് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ തന്നെ ഒരുങ്ങുമ്പോൾ ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ കാര്യങ്ങൾ നമ്മൾ മറക്കും. നമ്മളതന്നെ അങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നാൽ, ഇല്ലെങ്കിൽ ചിന്തിക്കില്ല എന്ന് വെച്ചിട്ട് ഇരുന്നാലും നമ്മുടെ മൈൻഡിലേക്ക് അതങ്ങനെ കയറി വരും. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് സ്വയം നമ്മൾ പോലും അറിയാതെ നമ്മൾ മറന്നു പോകും. ഈ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ വിചാരിച്ചാൽ തന്നെ റിക്കവർ ആവാൻ പറ്റും. പക്ഷെ നമ്മൾ കൂടി ഒന്ന് ശ്രമിക്കണം. നമ്മൾ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണല്ലേ. ആ ഉമ്മാനെ പോലെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി. ഉമ്മ പറഞ്ഞു കേട്ടില്ല, മോനെ സൂക്ഷിച്ച് പോയിട്ട് വാ. കാരണം എന്താണ് സംഭവം എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ നമ്മളും അങ്ങോട്ട് ചിന്തിച്ചാണ്ട് വിടുക.